ഞാനൊരു കഥ പറയാം. കഥയുള്ളൊരു കഥ. ഇന്ന് ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നവീൻ സാറ് ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ചോദിച്ചു, സാറേ മുഖത്തൊരു ഡൾനെസ് ഉണ്ടല്ലോ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിലാണ്, അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ കാണാൻ പോകണം. ചിലപ്പോൾ പ്രശ്നം ഞാൻ അതേപോലെ എന്ത് സംസാരിക്കുമെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നവീൻ ചോദിച്ചു, എന്ത് സംസാരിക്കുന്നുള്ളതിനകത്ത് എന്താ ഇത്ര പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിനോട് രോഗവിവരങ്ങളെക്കുറിച്ച് എല്ലാവരും ചോദിക്കും. അപ്പോൾ എല്ലാവരോടും ഒരേ മറുപടികൾ തന്നെ പറയുകയാണ്. അപ്പോൾ ഞാനും ചെന്ന് അതേ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊരു മടുപ്പല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നവീൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ പറയാം. അപ്പോൾ ആ കഥയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കഥ ഇതാണ്. GH ഹാർഡി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് ശ്രീനിവാസ രാമാനുജനെ കാണാനാണ്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്ന ഹാർഡി രാമാനുജനോട്, ഞാൻ കാറിനാണ് വന്നത്, കാറിൻ്റെ നമ്പർ ഇതാണ് 1729. എനിക്ക് ആ നമ്പർ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് സീംസ് ആൻ അൺഫേവറബിൾ ഒമൻ എന്നാണ് പറഞ്ഞത്. ഒരു അപശകുനം പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എൻ്റെ ആ ഒരു ചിന്താഗതി മാറ്റി തന്നിട്ട് വേണം പോകാൻ. അതായത് നമ്പർ അങ്ങനെ അല്പശകുനമല്ല എന്നാക്കി തന്നിട്ട് വേണം എന്നെ വിടാനെന്ന് GH ഹാർഡി രാമാനുജനോട് ഒരു ഡിമാൻഡ് അങ്ങ് വെക്കുന്നു. മനസ്സിലായി? രാമാനുജൻ പറഞ്ഞു, അതത്ര മോശം നമ്പറൊന്നുമല്ല, ആ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ നമ്പറാണ് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ രണ്ട് വ്യത്യസ്തമായ നമ്പറുകളുടെ ക്യൂബുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പർ. അതെ, 1729 1 ക്യൂബ് + 12 ക്യൂബ് അല്ലെങ്കിൽ 9 ക്യൂബ് + 10 ക്യൂബ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്ന നമ്പറാണ്. അത് ടാക്സി ക്യാബ് നമ്പറെന്നും ഹാർഡി രാമാനുജൻ നമ്പറെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന നമ്പറാണ്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഹാർഡി ആ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിനെ എത്ര ഭംഗിയായിട്ടാണ് മാറ്റിയത്. ശരിയല്ലേ? നവീൻ സാർ എനിക്ക് പറഞ്ഞു തന്ന കഥയും അതുതന്നെയാണ്, അതങ്ങനെ ആക്കാമെന്ന്. ശരിയല്ലേ? കഥ അവിടെ തീർന്നു. പക്ഷേ കോയിൻസിഡൻസ് അവിടെയും തീരുന്നില്ല. പെട്ടെന്ന് ഓർത്തു, ഇന്ന് December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, ശ്രീനിവാസ രാമാനുജൻ്റെ ബർത്ത്ഡേ 2012 തൊട്ട് നമ്മൾ ആഘോഷിച്ച് വരുന്നതാണ്. നോക്കൂ, നമ്മുടെ ചുറ്റും എത്രത്തോളം കോയിൻസിഡൻസുകളും എത്രത്തോളം അത്ഭുതങ്ങളുമാണ് സംഭവിക്കുന്നത്. ശരിയല്ലേ? ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബുക്കിൽ റോബർട്ട് കനിഗൽ ശ്രീനിവാസ രാമാനുജനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാവുന്നതാണ്. ശരിയല്ലേ? നമുക്ക് ശ്രീനിവാസ രാമാനുജനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഹാർഡിയിൽ നിന്നും കേൾക്കുന്നതാണ് ഇഷ്ടം. GH ഹാർഡിയോട് മീഡിയ ഒരു വട്ടം ചോദിച്ചു, നിങ്ങൾ മാത്തമാറ്റിക്സിന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡിസ്കവറി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയവുമില്ലാതെ ഒരു മടിയും കൂടാതെ ഹാർഡി പറഞ്ഞത് അത് ശ്രീനിവാസ രാമാനുജൻ എന്നാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് മറ്റൊന്നുമില്ല. ഇന്ന് ഈ നാഷണൽ മാത്തമാറ്റിക്സ് ഡേയിൽ ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്ന ലെജൻഡിനെ ഓർക്കുന്നതിനൊപ്പം നമുക്ക് മറ്റൊന്നു കൂടിയാകാം. ഒരു വ്യക്തിയെ ഓർക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബഹുമാനിക്കുക എന്നതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വഴി അദ്ദേഹം നമുക്ക് തെളിച്ചു തന്ന വഴിയിലൂടെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക എന്നതാണ്. ശരിയല്ലേ? നിങ്ങൾ നോക്കൂ, മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി ഗോൾഡൻ റേഷ്യോയെക്കുറിച്ച് അറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. സൂര്യകാന്തി പൂവിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഫിബോനാക്കി സീരീസിനെ കുറിച്ച് അറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. നമുക്ക് ചുറ്റും അത്ഭുതപ്പെടാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങൾ മാത്തമാറ്റിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഒരുപക്ഷെ ഇത്തരം അത്ഭുതങ്ങൾ കണ്ട് ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കണമല്ലോ ശ്രീനിവാസ രാമാനുജനും ഈ ഇൻവെൻഷൻസ് എല്ലാം നടത്തിയിരിക്കുന്നത്. നമുക്കും ശ്രമിക്കാം നമുക്ക് ചുറ്റും ചെയ്തു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ ഒന്നറിയാൻ. ഈ നാഷണൽ മാത്തമാറ്റിക്സ് ഡേയിൽ അദ്ദേഹത്തിന് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്ന ലെജൻഡിനെ ഓർക്കുന്നതിനൊപ്പം മാത്തമാറ്റിക്സിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്കും ഒന്ന് കണ്ണോടിക്കാം. താങ്ക് യു.